നേരത്തെ പറഞ്ഞു ജലസംബന്ധമായിട്ടുള്ളതെന്ന് പറഞ്ഞു. അതിൽ തന്നെ കഫാധിക്യം കൊണ്ട് ഇപ്പൊ ആയുർവേദ പ്രകാരം 3 തരത്തിലാണ് രോഗങ്ങൾ എന്നല്ലേ പറയുന്നത്, വാത പിത്ത കഫങ്ങൾ. അപ്പൊ നമ്മൾ പുറമേക്ക് കാണുന്ന ഒരു ജലദോഷമോ ചുമയോ മാത്രമല്ല കഫം കൂടിക്കഴിഞ്ഞാൽ വരുന്ന രോഗങ്ങൾ. ആയുർവേദക്കാർ പറയുന്ന തരത്തിലുള്ള കഫാധിക്യമുള്ള എല്ലാ രോഗങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. ഇങ്ങനെ കുറെ സംഗതികളാണ് ചന്ദ്രന്റെ ദശയിലുള്ളത്. അതേപോലെ തന്നെ ചന്ദ്രന്റെ ദശയെ അനുകൂലനായാലും പ്രതികൂലനായാലും ചന്ദ്രദശയിൽ നമ്മൾ അതിന്റെ ഒരു പരിഹാരം അല്ലെങ്കിൽ അനുകൂലനാണ് എങ്കിൽ അതിനെ ഒന്നും കൂടി ഏറ്റവും പൂർണ്ണമായിട്ട് നമുക്ക് ലഭ്യമാക്കാനായിട്ട് ചന്ദ്രന്റെ ദശയിൽ ശിവനെയോ അതല്ലെങ്കിൽ ദുർഗാ ദേവിയെയോ, അതെ പുരുഷരാശിയിൽ നിൽക്കുന്നതാണെങ്കിൽ ശിവനെ തന്നെ ആരാധിക്കാൻ, ചന്ദ്രചൂടനെ തന്നെയാണ് ആരാധിക്കാൻ പറയുക. സ്ത്രീ രാശിയിൽ നിൽക്കുന്ന ചന്ദ്രനാണെന്നുണ്ടെങ്കിൽ ദുർഗയെയാണ് അല്ലെങ്കിൽ പാർവതിയെ. ദുർഗയാണ്. കാരണം പാർവതി എന്നുള്ള സങ്കല്പത്തിൽ നമുക്ക് ക്ഷേത്രങ്ങൾ കുറവാണ്, ദുർഗ സങ്കല്പത്തിലാണ്. അപ്പോൾ ദുർഗയെ ആരാധിക്കുക, അവർക്ക് ദുർഗാദേവിക്ക് വേണ്ടുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ രണ്ടുപേരും ഉമാമഹേശ്വരനായ സങ്കല്പത്തിൽ ആ രീതിയിലായാലും ചെയ്താല് എല്ലാ തിങ്കളാഴ്ച ദിവസവും. ശുക്രന്റെ ദശയില് എല്ലാ വെള്ളിയാഴ്ചയുമാണ് ചെയ്യേണ്ടത്. അപ്പോ സൂര്യന്റെ ദശയില് എല്ലാ ഞായറാഴ്ചയുമാണ് ചെയ്യേണ്ടത്. ചന്ദ്രന്റെ ദശയില് എല്ലാ തിങ്കളാഴ്ചയുമാണ്. ഇൻ കേസ് അതാത് ദിവസം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇനി അടുത്ത തിങ്കളാഴ്ച വരട്ടെ എന്ന് വിചാരിക്കരുത്. അതിന്റെ ഇടയിൽ എപ്പോഴാണ് ചെയ്യാൻ പറ്റുക അപ്പൊ ചെയ്തോളുക. ഇതാണ് ചന്ദ്രന്റെ ദശയുടെ ഫലങ്ങളും അതിന്റെ പരിഹാരങ്ങളും എന്ന് പറയുന്നത്. സന്തോഷം. അപ്പൊ ഈ പറയുന്ന നക്ഷത്രക്കൂട്ടമല്ലാതെ അടുത്ത നക്ഷത്രത്തിലേക്ക് വരുന്ന സമയത്ത് എന്താണ് അവരുടെ നക്ഷത്ര ദേവത, അല്ലെങ്കിൽ ഏത് ദശയാണ് ഇപ്പൊ തുടങ്ങുന്നത് എന്ന് പറയാം? അത് ഈ നമ്മൾ പറഞ്ഞു അശ്വതി മകം മൂലം കേതുവിന്റെ ദശയാണ് ജനിക്കുമ്പോഴെന്ന് പറഞ്ഞു. ഭരണി പൂരം പൂരാടക്കാർക്കാണ് ശുക്രന്റെ ദശ ജനിക്കണ സമയത്ത് അവർക്ക് ശുക്രന്റെ ദശയാണ് ഉണ്ടാവുക. ഭരണി പൂരം പൂരാട നക്ഷത്രക്കാർക്ക്. അപ്പോ ഇത് 20 വർഷം നീണ്ട ദശയാണ് ശുക്രൻ എന്നുള്ളത് കൊണ്ട് 20 വർഷത്തിൽ 19 വർഷവും ചില്ലാനും കിട്ടിയേക്കാം, അല്ലെങ്കിൽ ചിലപ്പം കുറച്ച് മാസങ്ങളും ഈ പറഞ്ഞതുപോലെ കിട്ടാം. അപ്പൊ നമ്മൾ ഏകദേശം നോക്കുമ്പോൾ ഒരു 10 വർഷമൊക്കെ സമയമൊന്നും ജാതകമൊന്നും കൃത്യമായിട്ട് നമുക്കില്ലെങ്കിൽ ഒരു ഉദ്ദേശം വെച്ച് പറയുമ്പോഴത്തേക്കും നമ്മളൊരു 10 വർഷം ഏതാണ്ട് ഒരു പകുതിക്ക് വെച്ചിട്ട് നമ്മൾ കൂട്ടും. അപ്പൊ ഭരണി പൂരം പൂരാടക്കാര് ജനിക്കുന്നത് ശുക്രന്റെ ദശയിൽ, അത് കഴിഞ്ഞാൽ ശുക്രന്റെ ദശ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആദിത്യന്റെ ദശയാണ്, പിന്നീട് ചന്ദ്രദശ 10 കൊല്ലം, പിന്നെ അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചൊവ്വയാണ് 7 കൊല്ലം, ചൊവ്വ കഴിഞ്ഞ് കഴിഞ്ഞാൽ 18 കൊല്ലം രാഹുദശ. ഇതിങ്ങനെ, അതായത് നമ്മൾ ഈ പറഞ്ഞ ക്രമം, ദശകളുടെ ക്രമം എല്ലാവർക്കും ഒരുപോലെയാണ്. ജനിക്കുന്നത് ഏത് ദശയിൽ നോക്കിയിട്ടാണ് അവിടെ നിന്നാണ് പിന്നെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെയാണ് അത് പോകുന്നത്. പിന്നെ ഭരണി പൂരം പുരാടം ശുക്രന്റെ ദശ എന്ന് പറഞ്ഞു. കാർത്തിക ഉത്രം ഉത്രാടം ഈ 3 നക്ഷത്രക്കാരും ജനിക്കുന്നത് സൂര്യന്റെ ദശയിലാണ്. നല്ല സമയം. പ്രബലനായിട്ട് ജനിച്ചു. അതെ, പ്രബലനാണോ അല്ലയോ എന്ന് ഇപ്പം ജാതകം നോക്കണം. ഉച്ചത്തിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ബലവാനാണ്. അതുപോലെ ഇഷ്ടഭാവാധിപനും ഒക്കെ ആവണം. എന്തെന്നെ ആയാലും അതെ, സൂര്യന്റെ ദശയിലാണ് അവര് ജനിക്കുക. കാർത്തിക ഉത്രം ഉത്രാടം. അപ്പൊ അത് കഴിഞ്ഞ് രോഹിണി അത്തം തിരുവോണം ഇവരാണ് ചന്ദ്രന്റെ ദശയിൽ ജനിക്കുന്നത്. ചന്ദ്രന്റെ ദശ ടോട്ടൽ 10 കൊല്ലാണ്. 10 പൂർണ്ണമായിട്ടും കിട്ടില്ല. നമ്മള് ഒരു 9 വയസ്സ് ശിഷ്ടം വരെയും കിട്ടാം, അല്ലെങ്കിൽ 1 വയസ്സ് വരെ ആയിരിക്കും, അതല്ലെങ്കിൽ 5 വയസ്സ് വരെ ആയിരിക്കും. അത് ജാതകം നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ചന്ദ്രന്റെ ദശ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ചൊവ്വയുടെ ദശയാണ് പിന്നീട് വരുന്നത്. ചൊവ്വ കഴിഞ്ഞ് കഴിഞ്ഞ് 18 കൊല്ലം രാഹു, അത് അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ രോഹിണി അത്തം തിരുവോണക്കാരാണ് ചന്ദ്രന്റെ ദശയിൽ ജനിക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാല് മകീരൻ ചിത്രാവിട്ടം ഈ 3 നക്ഷത്രക്കാരാണ് കുജന്റെ ദശയിൽ ജനിക്കുക. അവര് ജനിക്കുന്നത് ചൊവ്വയുടെ, കുജൻ എന്ന് പറഞ്ഞ ചൊവ്വാദശയിലാണ്. 7 വർഷമായിരിക്കും ചൊവ്വയുടെ ദശ വരുന്നത്. 7 വർഷത്തിൽ ഒരു 3.5-4 കൊല്ലം നമ്മൾ ഏകദേശം കൂട്ടാൻ, ഡേറ്റ് ഓഫ് ബർത്തും ടൈമും കൃത്യമായിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കൂട്ടിയിട്ടെടുക്കാൻ പറ്റും. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ ശുക്രദശയിൽ ജനിച്ചതും ചന്ദ്രദശയിൽ ജനിച്ചവർക്കും കേതുവിന്റെ ദശയിൽ ജനിച്ചവർക്കും ഒക്കെ പിന്നീട് മുന്നോട്ട് വരുമ്പോൾ ചൊവ്വാദശ വരുന്നുണ്ട്. അതെ, അപ്പോ ചൊവ്വയുടെ ദശയും ഇത് ഈ നമ്മൾ നേരത്തെ ഫലം പറഞ്ഞതുപോലെ ചൊവ്വയുടെ ദശ അനുകൂലമാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല ഫലങ്ങൾ കിട്ടും. ഈ വ്യക്തി വളരെ ഊർജ്ജസ്വലനായിരിക്കും. എല്ലാ കാര്യങ്ങൾക്കും ഓടിച്ചാടി എല്ലായിടത്തും എത്തി എല്ലാം ഉത്സാഹത്തോടു കൂടി ചെയ്ത് അങ്ങനെയുള്ള ആള്. അതേപോലെ ഭൂമി ലാഭം ഉണ്ടാവും ഇയാൾക്ക്. ഭൂമിയൊക്കെ വാങ്ങാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ അവകാശമുള്ള ഭൂമി കയ്യിൽ വരിക, ഭൂമിയിൽ പണിയെടുക്കാൻ ഇഷ്ടമുണ്ടാവുക. ഇപ്പൊ ഭൂമിയുമായിട്ട് നല്ല ബന്ധമാണ് ഇയാൾക്ക്. ഭൂമി വാങ്ങാനൊക്കെ നല്ല സമയമാണ് ചൊവ്വയുടെ ദശ.
അതുപോലെ തന്നെ ഇപ്പൊ പോലീസിലൊക്കെ ഉദ്യോഗം ലഭിക്കാൻ അതിനും നല്ലതാണ് ചൊവ്വ സൈന്യാധിപനാണ്. സേനാനായകനാണ് ചൊവ്വ. പിന്നെ അതുകൊണ്ട് തന്നെ പോലീസില്, പട്ടാളത്തില്, അതായത് ഡിഫൻസിന്റെ എല്ലാത്തിലും ആ ചൊവ്വയുടെ എത്രത്തോളമാണ് അനുകൂല സ്ഥിതി, എത്രത്തോളം പവർഫുൾ ആണ്, ഈ രണ്ട് സംഗതികൾ നോക്കിയിട്ടാണ് ഡിഫൻസിലെല്ലാം കയറാനായിട്ട് വളരെ അയാൾക്ക് ഒരു യൗവന കാലത്ത് ചൊവ്വയുടെ ദശ വരുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇതിനോടൊക്കെ താല്പര്യം ഉണ്ടാവും. ഇനി ഇപ്പൊ ലേഡീസിന് ഇപ്പം ഡിഫൻസിലൊക്കെ ഉണ്ടല്ലോ, വളരെ വളരെ ഗുണമാണ് കേട്ടോ. നമ്മുടെ മോദിജിയുടെ ഒരു വലിയൊരു അച്ചീവ്മെന്റ് എന്ന് വേണം പറയാം. പെൺകുട്ടികൾക്കും ഒക്കെ ഇപ്പം ഈ ഡിഫൻസിലേക്കൊക്കെ കിട്ടുന്നുണ്ട്. എന്ത് ഉത്സാഹമാണെന്നോ കുട്ടികൾക്ക്, എത്ര കുട്ടികളാണെന്നോ നമ്മുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറ്റുമോ, ഞാൻ കോച്ചിങ്ങിന് പോകട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് വരുന്നത്. അപ്പൊ അവരിൽ കയറി പോകണമുണ്ട് കേട്ടോ കുട്ടികൾ, എന്ത് ഉത്സാഹത്തിലാണ്. അപ്പൊ വളരെ അത് പറയാതെ വയ്യ നമുക്ക്, അങ്ങനെയാണ്. അപ്പൊ ഇപ്പൊ അഗ്നിവീറും അത്തരത്തിലുള്ള പ്രോജക്റ്റുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ എത്ര കുട്ടികളാണ് രക്ഷപ്പെടുന്നത്, എന്ത് ഉത്സാഹമാണ് ആ കുഞ്ഞുങ്ങൾക്ക്, ആൺകുട്ടികൾക്കും അതെ പെൺകുട്ടികൾക്കും അതൊക്കെ. ആ വളരെ യൗവനത്തിൽ അവരുടെ ഒരു കൗമാരം ഘട്ടം കടക്കുന്ന ഒരു സമയത്ത് തന്നെ ആ യുവത്വത്തിന്റെ തീക്ഷ്ണമായിട്ടുള്ള ഒരു കണ്ടീഷനിലാണ് അവര് ഈ രാജ്യത്തിന്റെ സേവനത്തിന് വേണ്ടിയിട്ട് അവർക്കൊക്കെ ആ ഗൗരവം കിട്ടുന്നുമുണ്ട്. വലിയ സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. അപ്പോ അങ്ങനെ എന്തായാലും ഈ ചൊവ്വയുടെ ദശ, ചൊവ്വ പ്രതികൂലമായാലും ഇതൊക്കെ തന്നെ ഇതിന്റെ ഒക്കെ നേരെ വിപരീതമായിട്ട് ഒട്ടും ഉത്സാഹം ഉണ്ടാവില്ല, എപ്പോഴും ചടഞ്ഞു കൂടിയിരിക്കുക, കയ്യിലുണ്ടായിരുന്ന ഭൂമി പോലും നഷ്ടപ്പെട്ടു പോവുക, അതേപോലെ രക്തം ദുഷിച്ചതായിട്ടുള്ള രക്തം ദുഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിത്താധിക്യം മൂലം രക്തം ദുഷിക്കുക, പിത്തം വർദ്ധിച്ചു വരുന്നതായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ കാരണമായി തീരുക. ഇത്തരത്തിലൊക്കെ അതുപോലെ തന്നെ പിന്നെ ഈ മുറിവുണ്ടാവുക, അവിടെ ഇവിടെയും തട്ടിയും മുട്ടി അല്ലെങ്കിൽ പിന്നെ ആക്സിഡന്റ് ആയിട്ടോ ഒക്കെ എപ്പോഴും ഈ ശാരീരികമായിട്ടുള്ള ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, മുറിവുകൾ തന്നെ കാര്യമായിട്ട്, അല്ലെങ്കിൽ ഒടിവുകൾ. ഇപ്പൊ നമ്മൾ പറയാറില്ലേ, എന്താണ് വെറുതെ ഒന്ന് തട്ടി വീണതേ ഉള്ളൂ, കാലിൽ കമ്പി ഇടേണ്ടി വന്നു എന്നൊക്കെ പറയില്ലേ, അതേപോലെയുള്ള കണ്ടീഷനിലേക്കൊക്കെ പോയി എന്ന് വരാം. ചൊവ്വയ്ക്ക് നമ്മള് പുരുഷരാശിയിൽ നിൽക്കുന്ന, പുരുഷരാശി ആയാലും ചിലപ്പോൾ പറയൂ കേട്ടോ, അതിന്റെ ഒരു പൊസിഷൻ ഒക്കെ നോക്കിയിട്ട് ഭദ്രകാളി പ്രീതിയാണ് വരുത്താൻ പറയുക. അത് കൂടാതെ തന്നെ സുബ്രഹ്മണ്യ പ്രീതി, സൈന്യാധിപനാണ്. അതെ, സൈന്യാധിപനാണ്. അപ്പൊ ചൊവ്വയെ, കുജനെ അനുകൂലമാക്കാനായിട്ട് ഭദ്രകാളി പ്രീതി വരുത്തുക, കൂടാതെ സുബ്രഹ്മണ്യ പ്രീതി വരുത്തുക. ഇതിൽ ഏതാണ് വേണ്ടത് എന്നുള്ള കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജാതകം പരിശോധിച്ചാൽ അറിയാൻ പറ്റും. അപ്പൊ അതിനനുസരിച്ചിട്ട് ചെയ്യുക. പ്രീതിപ്പെടുത്തി കഴിഞ്ഞാല് നേട്ടങ്ങള്, അതെ, നേട്ടങ്ങൾ വളരെ കയറി വരും, കോട്ടങ്ങൾ കുറഞ്ഞും വരും. അപ്പോ അങ്ങനെയാണ് ചെയ്യേണ്ടത് ചൊവ്വാദശക്കാര്. ഏത് നക്ഷത്രക്കാർക്കും നിലവിൽ ചൊവ്വാദശയാണെങ്കിലും ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. അത് ചൊവ്വ കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ മകീരം, ചിത്രാവിട്ട നക്ഷത്രക്കാർക്കാണ് ചൊവ്വ. തിരുവാതിര, ചോതി, ചതയം നക്ഷത്രക്കാര്, ഇവര് ജനിക്കുന്ന സമയത്ത് രാഹുവിന്റെ ദശയാണ് ഉണ്ടാവുക. അപ്പോ രാഹുവിന്റെ ദശയും വലിയ ദശയാണ്. ആള് പതുക്കെ ഇഴഞ്ഞിഴഞ്ഞു പോകുന്നയാളാണ്. അപ്പോൾ 18 കൊല്ലമുണ്ട് രാഹുവിന്റെ ദശ. അപ്പൊ രാഹുവിന്റെ ദശ ഈ 17 ചില്ലാൻ വർഷമോ അല്ലെങ്കിൽ ചെറിയ വർഷം, എത്ര വേണമെങ്കിലും ആവാം ഈ ജനിക്കുന്ന സമയത്തിനനുസരിച്ചിട്ട്. അപ്പോൾ രാഹുവിന്റെ ദശ ഏകദേശം ഒരു 10 അടുപ്പിച്ച് എന്ന് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ രാഹു 18, ഈ രാഹു കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ വ്യാഴത്തിന്റെ ദശയാണ് അവർക്ക് വരിക. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടന്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.